വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന വർഷത്തിൽ മലങ്കര കത്തോലിക്കാ സഭ ഒരുക്കുന്ന വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൻ്റെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് ആമോസിൻ്റെ പുസ്തകവും ഹോസിയയുടെ പുസ്തകവും വളരെ എലാബറേറ്റ് ആയിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഇനി അടുത്ത ഒരു ചരിത്ര ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആമോസിൻ്റെ പുസ്തകത്തിൻ്റെയും ഹോസിയയുടെ പുസ്തകത്തിൻ്റെയും ചരിത്ര പശ്ചാത്തലം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അത് ഇസ്രായേൽ അസീറിയക്കാരുടെ പിടിയിൽ അമർന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. ഇനി അസീറിയക്കാര് ഇസ്രായേലിനെ കൊണ്ടുപോകുന്ന രംഗം കൃത്യമായിട്ട് 722 BC അസീറിയൻ ഇൻവേഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഏകദേശം 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം വരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട്. ഇസ്രായേലിന്റെ ചരിത്രം സമാപിച്ചു. ഇനി ജൂദായുടെ ചരിത്രത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ചും അതിന്റെ സമാപന കാലഘട്ടങ്ങളെക്കുറിച്ചുമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം മുതൽ വിവരിച്ചിരിക്കുന്നത്. ആമോസിന്റെയും ഹോസിയയുടെയും പുസ്തകങ്ങൾ ഇസ്രായേലിന്റെ തകർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ അവതരിപ്പിച്ചെങ്കിൽ, ഇനി മിക്കായുടെ തുടർന്ന് വരുന്ന പുസ്തകങ്ങൾ ജൂദ ദേശവുമായിട്ട് ബന്ധപ്പെട്ട വിചിന്തനങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ നിർത്തിവെച്ച ചരിത്ര അവലോകനം വീണ്ടും ഇവിടെ പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എവിടെ വെച്ചാണ് അവസാനിപ്പിച്ചത് എന്നറിയാം. സീറോ എഫ്രമൈറ്റ് ക്രൈസിസ്, 734 BC സംഭവിച്ച സീറോ എഫ്രമൈറ്റ് ക്രൈസിസ്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നോണം ഉണ്ടായ ഇസ്രായേലിന്റെ ഇൻവേഷൻ, അതിനോട് ചേർന്ന് വരുന്ന 2 പ്രവാചകന്മാർ ആമോസും ഹോസിയായും, ഇനി വരാൻ പോകുന്നത് അസീറിയ രാജാക്കന്മാര് പൂർവാധികം ശക്തി പ്രാപിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. സാർഗൺ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവോടുകൂടിയാണ് ഇസ്രായേൽ കംപ്ലീറ്റ് ആയിട്ട് അസീറിയയിലേക്ക് നാട് കടത്തപ്പെട്ടത്. അദ്ദേഹത്തിന് ശേഷം വന്ന ഒരു രാജാവാണ്, അസീറിയൻ രാജാവാണ് സെന്നകെരീബ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അതിശക്തമായിട്ടുള്ള ഇൻവേഷൻസ് എല്ലാ മേഖലകളിലും നടന്നു. പ്രത്യേകിച്ച് അതിമനോഹരമായ ദേവാലയം ഇരിക്കുന്ന ജെറുസലേം ദേവാലയം ഇരിക്കുന്ന ജൂദ ഗോത്രം അല്ലെങ്കിൽ ജൂദ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളുണ്ട്. ഡമാസ്കസ് പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം നടക്കുന്ന ശ്രമങ്ങളുണ്ട്. മറ്റ് അയൽ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി സെന്നകെരീബ് നടത്തുന്ന ശ്രമങ്ങളുണ്ട്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. സെന്നകെരീബിന് ശേഷം കടന്നു വരുന്ന ഒരു രാജാവാണ് എസാർഹദ്ദോൻ. അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് സെന്നകെരീബിനെ കുറിച്ചാണ്. സെന്നകെരീബ് എന്ന് പറയുന്ന അസീറിയൻ രാജാവിന്റെ ഭരണകാലത്ത് ജൂദ രാജാവായിരുന്നത് ഹെസക്കിയ എന്ന് പറയുന്ന രാജാവാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഹെസക്കിയ ജൂദായുടെ രാജാവ് എന്ന് പറയുന്ന ടൈറ്റിലൂടെയാണ് ആരംഭിക്കുക.
ഇത് പറയുമ്പോൾ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്? ആരാണ് ഹെസക്കിയ? ആഹാസ് എന്ന് പറയുന്ന രാജാവിനെ നമ്മൾ നേരത്തെ കണ്ടു. ജൂദാ രാജാവായ ആഹാസ് അസീറിയക്കാരുടെ വിഗ്രഹങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നതും ജെറുസലേം ദേവാലയം മലിനപ്പെടുത്തുന്നതും അസീറിയ ദേവന്മാരെ പ്രതിഷ്ഠിച്ചിരുന്ന ദേവാലയത്തിന്റെ, ഡമാസ്കസിലുള്ള ദേവാലയത്തിന്റെ കവാടം ജെറുസലേമിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതും ഒക്കെ ആരാണ്? ആഹാസ് രാജാവാണ്. ആഹാസ് രാജാവിന് ശേഷമാണ് ഹെസക്കിയ രാജാവ് കടന്നു വരിക. ഈ അവസരത്തിലാണ് പ്രധാനമായിട്ടും നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു പ്രവചനം, ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്കിലെ ഒരു മനോഹരമായ പ്രവചനം നമ്മൾ ഓർക്കേണ്ടത്. അക്കാലത്തുണ്ടായിരുന്ന പ്രവാചകനായ ഏശയ്യ ആഹാസിനോട് പറയുകയാണ്, ആഹാസ് പിന്തിരിയാൻ വേണ്ടിയിട്ട്, അസീറിയ രാജാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ട് ശുപാർശ കൊടുത്തിട്ടും അത് സ്വീകരിക്കാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് പറയുകയാണ്, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അത് പ്രധാനമായിട്ടും ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെയാണ് 9-ാമത്തെ അധ്യായത്തിലും 11-ാമത്തെ യെശയ്യാ പ്രവാചകൻ 9-ാമത്തെ അധ്യായത്തിലും 11-ാമത്തെ അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുക. ആ വിവരണങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകം പഠിപ്പിക്കുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പ്രവാചകനായ യേശയ്യ ആഹാസ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് നൽകണം. എന്തുകൊണ്ടാണ് ഇമ്മാനുവേൽ എന്ന് പേര് നൽകണമെന്ന് പ്രവാചകനായ ഹെസക്കിയ പറഞ്ഞത്? അതിന്റെ ചരിത്ര അവലോകനമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം മുതൽ കാണുന്നത്. ഹെസക്കിയ എന്ന് പറയുന്ന രാജാവ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ രാജാവായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് 18-ാം അധ്യായം 6-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം, അവൻ കർത്താവിനോട് ഒട്ടിനിന്നു, അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസീറിയ രാജാവിനെ എതിർത്തു, അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്ത്യരെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന ഒരു രാജാവ് എന്ന രീതിയിലാണ് ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? ആഹാസ് രാജാവ്, തന്റെ പിതാവായ ആഹാസ് രാജാവ് മലിനപ്പെടുത്തിയ ഇസ്രായേലിന്റെ ദേവാലയത്തെ, ജൂദാദേശത്തുള്ള ജെറുസലേമിലെ ദേവാലയത്തെ പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് ഹെസക്കിയ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. പുനഃസ്ഥാപിക്കുക മാത്രമല്ല, അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളും എടുത്തു കളഞ്ഞു. കാരണം സോളമൻ രാജാവിന്റെ കാലഘട്ടം മുതൽ ഈ ജെറുസലേം ദേവാലയം ഏകദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ബഹുദൈവങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, സോളമൻ രാജാവ് തന്റെ ഭാര്യമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉറപ്പായിട്ടും അവരുടെ വിഗ്രഹങ്ങളും കുലദൈവങ്ങളും കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കാം. അതുമാത്രമല്ല, ഇസ്രായേൽക്കാർ അന്നുവരെ കരുതിയിരുന്ന നെഹുസ്താൻ, അതായത് സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മോശ ഉയർത്തിയ പിത്തള സർപ്പത്തിന്റെ രൂപം, അതിന് പറയുന്ന പേരാണ് നെഹുസ്താൻ. അത് ആ കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയം പണിത സാഹചര്യത്തിൽ അതിന്റെ ഒരു രൂപം അവിടെ കൊണ്ട് വെച്ചിരുന്നു. അവയെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് ഏക ദൈവത്തിന് മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമായി ഹെസക്കിയ രാജാവ് ജെറുസലേം ദേവാലയത്തെ മാറ്റി. അതുമാത്രമല്ല,
ആ ജെറുസലേം ദേവാലയത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ധാരാളം വിശുദ്ധീകരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. ബമ്മോത്തുകൾ, അതായത് ഉയർന്ന പീഠങ്ങൾ, ദൈവത്തെ മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഉയർന്ന പീഠങ്ങളെല്ലാം അദ്ദേഹം നശിപ്പിച്ചു കഴിഞ്ഞു. ധൂപഗിരികൾ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ സമൂലമായ ഒരു പരിവർത്തനം വരുത്തിയ ഒരു രാജാവായിട്ടാണ് ഹെസക്കിയ രാജാവിനെ 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം രേഖപ്പെടുത്തിയിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വലിയ സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, രാജാക്കന്മാരുടെ കൂടെയാണ് പ്രവാചകന്മാർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് ആരംഭകാലം മുതൽ തന്നെ രാജാക്കന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് സാവൂളിനോടൊപ്പം നിന്നിരുന്ന സാമുവേൽ പ്രവാചകൻ, ദാവീദിനോടൊപ്പം നിന്നിരുന്ന നാഥാൻ പ്രവാചകൻ, ജെറോബോവാമിനോടൊപ്പം നിന്നിരുന്ന അഹിയ പ്രവാചകൻ, റഹോബോവാമിനോടൊപ്പം നിന്നിരുന്ന അഹിയ പ്രവാചകൻ, ഓംറിയുടെ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏലിയ പ്രവാചകൻ, യേഹു എന്ന രാജാവിനോടൊപ്പം നിന്നിരുന്ന ഏലീഷ പ്രവാചകൻ. ഇങ്ങനെ പോകുന്നു പ്രവാചകന്മാരുടെ കണക്കുകൾ. ഈ പ്രവാചകന്മാര് ഹെസക്കിയയുടെ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ പേരാണ് യേശയ്യാ പ്രവാചകൻ. അപ്പോൾ എന്തിനാണ് യേശയ്യാ പ്രവാചകൻ ഹെസക്കിയയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നോ കൽപ്പനകളിൽ നിന്നൊക്കെ മാറിപ്പോയാൽ അവയെല്ലാം തിരിച്ചുകൊണ്ടുവന്ന് ദേഹദൈവത്തോട് ചേർത്ത് നിർത്തി ഈ രാജാവിനെ സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രവാചകനായ യേശയ്യായും അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ അസീറിയ രാജാക്കന്മാര് രംഗപ്രവേശം ചെയ്യുന്നത്. സെന്നാകെരീബ് ഇസ്രായേലിനെ പിടിച്ചടക്കിയ വലിയ വാശിയോടുകൂടി, വലിയ സന്തോഷത്തോടുകൂടി ഇസ്രായേലിന്റെ സതേൺ പ്രദേശമായ ഫിലിസ്ത്യൻ സിറ്റികൾക്കിടയിലൂടെ കടന്നു വന്ന്, അതായത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നുള്ള അഷ്ഡോദ്, അഷ്കലോൺ, ഗാസ, ഗാത്ത്, എക്രോൺ തുടങ്ങിയ നഗരങ്ങളെയൊക്കെ കയ്യിൽപ്പിടിയിൽ ഒതുക്കി നേരെ വരുന്നത് ലാക്കിഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു ഉയർന്ന മലയുടെ മുകളിലാണ്. അവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹം ഹെസക്കിയ രാജാവിന് തന്റെ സന്ദേശവാഹകരെ അയക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം? 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം, ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു, ഇനി അതിമനോഹരമായ ദേവാലയം ഇരിക്കുന്ന ജൂദാ ദേശം പിടിച്ചടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൂദാ ദേശം പിടിച്ചടക്കി കഴിഞ്ഞാൽ ജെറുസലേം ദേവാലയം മുഴുവൻ അദ്ദേഹത്തിന് കിട്ടും. അങ്ങനെ അസീറിയ എന്ന് പറയുന്ന ദേശം ഇസ്രായേലും ജൂദായും എന്ന് പറയുന്ന 2 രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ദേശം കൂടിയായിട്ട് പുനഃസ്ഥാപിക്കപ്പെടാൻ അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു നിഗൂഢമായ ലക്ഷ്യം. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഒരു സന്ദേശവാഹകരെ വിട്ടിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നീ നിന്റെ ഏകദൈവമായ കർത്താവിനെ ആരാധിക്കുന്നത് എന്തിനാണ്? അസീറിയ ദേവന്മാരെ ആരാധിക്കുക, അസീറിയ രാജാവിനെ ബഹുമാനിക്കുക, അസീറിയയെ അനുസരിക്കുക. അതുവഴിയായി ഈ ഇസ്രായേൽ ജൂദാ ദേശം അസീറിയയുടെ കീഴിലേക്ക് കടന്നു വരിക. ഈ ഒരു അവസരത്തിലാണ് പ്രധാനമായിട്ടും 19-ാമത്തെ അധ്യായത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ഹെസക്കിയ രാജാവ് യേശയ്യാ പ്രവാചകന്റെ ഉപദേശം തേടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: അസീറിയക്കാരെ ഒന്നുകൊണ്ടും നീ പേടിക്കണ്ട, കാരണം അവനിലല്ല ശക്തിയിരിക്കുന്നത്, ദൈവത്തിലാണ് ശക്തിയിരിക്കുന്നത്. 21-ാമത്തെ വാക്യം മുതൽ നോക്കണം. അവനെക്കുറിച്ച് കർത്താവ്, കന്യകയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു, അവൾ നിന്നെ പുച്ഛിക്കുന്നു, ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു. നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരവും ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരെ. നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു. എന്റെ അസംഖ്യൻ രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഗങ്ങളിലും ലെബനോന്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവദാരുക്കളും ശ്രേഷ്ഠമായ സരളമരങ്ങളും വീഴ്ത്തിയെന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ ശക്തിയെ, ജൂദാദേശത്തിന്റെ ശക്തിയെ പ്രഘോഷിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. ഇവിടെ യേശയ്യാ പ്രവാചകൻ ഹെസക്കിയായ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം
ജൂദ എന്ന് പറയുന്ന ദേശം അത് കർത്താവിൻ്റെതാണ്. ജെറുസലേം എന്ന് പറയുന്ന ദേശം ഇത് കർത്താവിൻ്റെതാണ്. ഒരിക്കലും നിന്ദിക്കപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ഉയർത്തപ്പെട്ട് നിൽക്കുന്നതാണ് ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്രായേലിനെതിരെ ജൂദായ്ക്കെതിരെ കടന്നു വരുന്ന അസീറിയൻ ശക്തികളോട് പടപൊരുതുന്ന രംഗമാണ് 18, 19 ഈ അധ്യായങ്ങളില് നമുക്ക് കാണാൻ സാധിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 18, 19 അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുക. ഇതിന്റെ ഒരു പശ്ചാത്തലം, ഈ ഒരു പശ്ചാത്തലം അതിനുശേഷം ഈ ഹെസക്കിയായും അദ്ദേഹത്തിന്റെ സന്ദേശകരും അതുപോലെ തന്നെ അസീറിയ രാജാവായ സെന്നാകെരീബിന്റെ സന്ദേശകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അവസാനം ഹെസക്കിയ ദേവാലയത്തിന്റെ നിന്ന് അല്പം സ്വർണവും വെള്ളിയും കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകൾ വെച്ചുകൊണ്ടാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് ഈ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കാം. മിക്ക പ്രവാചകന്റെ പുസ്തകം മുഴുവനും ക്രമീകരിച്ചിരിക്കുന്നത് ഹെസക്കിയ രാജാവിന്റെ ഭരണകാലത്ത് സെന്നാകെരീബ്, അതായത് അസീറിയൻ രാജാവായ സെന്നാകെരീബ് ജൂദാദേശത്തിനെതിരെ നടത്തുന്ന വെല്ലുവിളികളെ കുറിച്ചും ആ ജൂദാദേശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള സന്ദേശമാണ് പ്രധാനമായിട്ടും മിക്ക പ്രവാചകന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ കാണുക. അതുകൊണ്ടാണ് ഇത്രയും പശ്ചാത്തലം പറഞ്ഞു വെക്കാൻ ഇടയായത്. അതുകൊണ്ട് മിക്ക പ്രവാചകന്റെ പുസ്തകം 7 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകം വളരെ മനോഹരമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം മിക്ക എന്ന് പറയുന്നത് ഹു ഈസ് ലൈക്ക് എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്? ജൂദാദേശത്തിനെതിരെ സംസാരിക്കുകയാണ്. ജൂദാദേശത്തേക്ക് കടന്നു വരുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള മുറവിളിയാണ് പ്രധാനമായിട്ടും ഈ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുക. ഇനി ഈ ചരിത്രത്തെ നമുക്കറിയാം, നമ്മൾ ചരിത്രം കണ്ടു. ഈ ചരിത്രത്തെ മിക്ക പ്രവാചകൻ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ജൂദാദേശത്തിന് ഈ ഗതി ഉണ്ടായത്? ആഹാസ് എന്ന് പറയുന്ന രാജാവ് ജൂദാദേശത്ത് നടത്തിയ അതിക്രമങ്ങളെ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ജൂദാദേശത്തിന്റെ ജെറുസലേം ദേവാലയം അത് മലിനപ്പെടുത്തിയ അനുഭവങ്ങൾ. അതിന്റെ സ്ഥാനത്താണ് ഹെസക്കിയ വന്നിരിക്കുന്നത്. എന്നാൽ തന്നെയും ദൈവമായ കർത്താവിന് മുമ്പിൽ ഇസ്രായേൽക്കാർ നടത്തിയ ഈ അനീതിപരമായിട്ടുള്ള, അധാർമികമായിട്ടുള്ള, വിശ്വാസത്തിനെതിരെയായിട്ടുള്ള ഈ നിന്ദയ്ക്കെതിരെ കർത്താവ് ശക്തമായിട്ട് ഇടപെടും എന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് ഒന്നാമതായിട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചരിത്രത്തെ മിക്ക പ്രവാചകൻ കാണുന്നത്. എന്തുകൊണ്ടാണ് ഹെസക്കിയ അടുത്തേക്ക് സെന്നാകെരീബ് കടന്നു വരിക? കാരണം ജൂദാദേശത്തിലുള്ള ജനം പാപം ചെയ്തു. ആരൊക്കെയാണ് പാപം ചെയ്തിരിക്കുന്നത്? പ്രവാചകന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് പാപം ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് ഒന്നാമതായിട്ട് നൽകുക. ഇവരുടെ പാപം നിമിത്തമാണ് ഇങ്ങനെയൊരു അധപ്പതനം ഇസ്രായേലിന്റെ ദേശത്ത്, ജൂദാദേശത്ത് കടന്നു വരുന്നത്. കാരണം തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്: ജൂദാദേശത്തിന്റെ ഗേറ്റിങ്കൽ വരെ, അതായത് വാതിൽപ്പടി വരെ ഈ ഹെസക്കിയ രാജാവ് എത്തിയിരുന്നു. ലാക്കിഷ് എന്ന് പറയുന്ന ദേശം ജൂദാദേശത്തിന്, അല്ലെങ്കിൽ ജൂദാദേശത്തിന്റെ ബൗണ്ടറിയുടെ തൊട്ടടുത്താണ് കിടക്കുന്നത്. ജെറുസലേമിന്റെ ഗേറ്റിനടുത്താണ് കിടക്കുന്നത് ഈ ലാക്കിഷ് എന്ന് പറയുന്ന പട്ടണം എന്ന് പറയുക. ഉയർന്നു കിടക്കുന്ന ഒരു പ്രദേശം. അവിടം വരെ സെന്നാകെരീബ് വന്നുവെങ്കിൽ അതിനുള്ള കാരണം ജൂദാദേശത്തുള്ള പുരോഹിതന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും ചെയ്ത നിന്ദകളാണ് എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ. 1-ാമത്തെ അധ്യായം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദൈവമായ കർത്താവ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എന്ത് തരത്തിലുള്ള യുദ്ധമാണ് കർത്താവ് ചെയ്യുന്നത്? 2 രീതിയിൽ കർത്താവ് യുദ്ധം ചെയ്യുന്നുണ്ട്. 1-ാമത്തെ യുദ്ധം, ദൈവം ഇസ്രായേലിനെയും ജൂദാദേശത്തെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് അത് അവരെ ശിക്ഷിക്കുന്നു, ശിക്ഷണം നൽകുന്ന ദൈവം. 2-ാമതായിട്ട് ദൈവമായ കർത്താവ് അസീറിയക്കെതിരെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുന്നു. അപ്പൊ ദൈവം തന്നെ യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട്. ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം
20-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ വലിയ സങ്കല്പത്തെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് പഴയ പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം, ആമോസിനെയും ഹോസിയയുടെയും പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവന്റെ കുടുംബത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെ അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. എന്താണ് ചെയ്യുന്നതെന്നറിയാം? ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവന് ഉണ്ടാകുന്ന ആ ഒരു രോഗമാണ് അധാർമികത എന്ന് പറയുന്നത്, അനീതി എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ദരിദ്രന്റെ തല ചവിട്ടി അരയ്ക്കുകയും ഒരു ജോഡി ചെരുപ്പിന് വേണ്ടി സാധുക്കളെ വിൽക്കുകയും ചെയ്യുന്ന ആമോസിന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ പാപത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാപമാണ് ഇവിടെ കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് അത് നടപ്പിലാക്കുകയും ചെയ്യുന്നവനെ, നിനക്ക് ദുരിതം, നിന്റെ അവസ്ഥ ശോചനീയമായിരിക്കുന്നു, കർത്താവിത നിന്റെ മേല് നിനക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ, യാക്കോബിന്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിലെ അധിപന്മാരെ ശ്രദ്ധിക്കുവിൻ, നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ. അതായത് ഇസ്രായേലിന്റെ നേതാക്കന്മാർക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു വലിയ യുദ്ധത്തിന്റെ സന്നാഹത്തോടു കൂടി നടത്തുന്ന ഒരു പ്രഭാഷണമാണ് 3-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ പുരോഹിതന്മാർക്ക് അവിടുന്ന് താക്കീത് കൊടുക്കുന്നുണ്ട്. പുരോഹിതന്മാർ എന്താണ് ചെയ്യുന്നത്? പുരോഹിതന്മാരെ, നിങ്ങൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു, നിങ്ങൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു. പ്രവാചകന്മാർക്ക് താക്കീത് കൊടുക്കുന്നു, പ്രവാചകന്മാരെ നിങ്ങൾ വ്യാജമായ പ്രബോധനങ്ങൾ നൽകുന്നു. ജെറമ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സമാധാനം 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 എന്നൊക്കെ പറയുമെങ്കിലും സമാധാനം ഉണ്ടാകാത്ത ഒരു സാഹചര്യം. അത് തന്നെയാണ് ഇവിടെ മിക്ക പ്രവാചകനും ഉദ്ധരിക്കുന്നത്, നിങ്ങൾ പറയുന്ന വ്യാജ പ്രബോധനങ്ങൾ. അതുകൊണ്ട് പ്രവാചകന്മാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾക്ക് രാത്രികാലങ്ങളിൽ ദർശനം ഉണ്ടാവുകയില്ല. കാരണം പ്രവാചകനായിട്ട് പ്രവാചകന്റെ റോളിൽ അഭിനയിക്കുന്നത് ദർശനം കിട്ടുന്നതിലൂടെയാണ്. അത് അവർക്ക് കിട്ടുന്നത് രാത്രിയിലാണ്. അതുകൊണ്ടാണ് പല പുസ്തകങ്ങളിലുമൊക്കെ നമുക്ക് രാത്രിയിൽ കർത്താവ് അവനോട് സംസാരിച്ചു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ എടുത്തു നോക്കി കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത്, രാത്രിയിൽ ദൈവമായ കർത്താവ് അറ്റ് ദാറ്റ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഥാം പ്രവാചകന് കർത്താവ് കൊടുക്കുന്ന അരുളപ്പാട്. അതുകൊണ്ട് രാത്രിയിൽ നിനക്ക് ദർശനങ്ങളില്ലാത്ത കാലഘട്ടം വരുന്നു. അതാണ് പ്രധാനമായിട്ടും പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്കുണ്ടാകുന്ന ശിക്ഷ. ഇതോട് ചേർന്നാണ് 6-ാമത്തെ അധ്യായം 7-ാമത്തെ അധ്യായം കടന്നു വന്നിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഓരോന്നും പറയുകയാണ്. ഇതിന് നടുക്ക് കടന്നു വരുന്ന ഒരു വലിയ ഭാഗമുണ്ട്, 4-5 അധ്യായങ്ങൾ. നമുക്കറിയാം, ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ജെറുസലേം ദേവാലയത്തിന് ഇസ്രായേൽക്കാർ പിന്തള്ളപ്പെടാനുള്ള കാരണം മതപുരോഹിതന്മാരും അതുപോലെ തന്നെ പ്രവാചകന്മാരും രാജാക്കന്മാരും അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ്. അവർ ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പായുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. ഇതൊക്കെയാണ് ഹെസക്കിയ രാജാവിന്റെ കാലഘട്ടത്തിൽ സെന്നാകെരീബ് ജൂദാദേശത്തെ ആക്രമിക്കാൻ വരുന്നതിന്റെ കാരണമെന്നും പശ്ചാത്തലമെന്നും നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതേ ഭാഗം തന്നെയാണ് യേശയ്യായുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുക. 7-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലും 11-ാമത്തെ അധ്യായത്തിലും പിന്നീട് അതിന്റെ ചരിത്രങ്ങൾ കൊടുത്തിരിക്കുന്ന യേശയ്യാ പ്രവാചകന്റെ ചരിത്രം കൊടുത്തിരിക്കുന്ന 36, 37, 38, 39 അധ്യായങ്ങളിലും ഈ സംഭവങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തി കഴിയുമ്പോൾ പറയുകയാണ്, യേശയ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നല്ലോ, ജൂദാദേശത്തിന് ശക്തിയുണ്ട്. ആരോടാണ് നീ കളിക്കുന്നത്? ഇസ്രായേലിന്റെ ശക്തിയോടുകൂടി ഇസ്രായേലിന്റെ പരിശുദ്ധനോടാണോ നീ കളിക്കുന്നത് എന്ന് അസീറിയക്കാരെ വെല്ലുവിളിക്കുന്ന യേശയ്യാ പ്രവാചകൻ അതേ നാണയത്തിൽ തന്നെ മിക്ക പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്.
രണ്ടാമത്തെ അധ്യായത്തിൽ മിക്ക പ്രവാചകന്റെ 4-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളും യേശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനങ്ങളാണ്. ഈ രണ്ട് ഭാഗങ്ങളുടെയും, രണ്ട് വചന ഭാഗങ്ങളുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഒരു ചരിത്ര പശ്ചാത്തലം തന്നെയാണ്. ഹെസക്കിയ രാജാവിന്റെ കാലഘട്ടത്തിലുള്ള ചരിത്ര പശ്ചാത്തലം. എന്താണ് ഇവിടെ പറയുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ജൂദാദേശത്തിന് സമൃദ്ധി ഉണ്ടാകും. ജൂദാദേശത്തെ നശിപ്പിക്കാൻ ആർക്കും ഒരിക്കലും സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, രാജാവ് ഇതാ ജൂദാദേശത്ത് നിന്ന് കടന്നു വരും. ബേത്ലഹേമിൽ നിന്നൊരു രാജാവ് കടന്നു വരും. ആ രാജാവിനെ കടന്നു വരുമ്പോൾ പുതിയ ഒരു ജനത കടന്നു വരികയാണ്. പുതിയൊരു തലമുറയിലേക്ക് കടന്നു വരികയാണ്. അവിടെ കരടിയും മുയലും ഒന്നിച്ച് വാഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പുതിയൊരു ക്രിയേഷന്റെ, സമാധാനത്തിന്റെ ഒരനുഭവം കടന്നു വരും എന്നാണ് 4ഉം 5ഉം അധ്യായങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർക്കുക. ഒന്നാമത്തെ കാര്യം, ജൂദാദേശത്തിന്, ജെറൂസലേമിനുണ്ടാകുന്ന സമൃദ്ധിയെക്കുറിച്ചാണ്. ഇൻവയലബിലിറ്റി ഓഫ് ജെറൂസലേം എന്നാണ് പറയുക. കാരണം ഒരു കാരണവശാലും ജെറൂസലേമോ ജൂദാദേശമോ നശിപ്പിക്കപ്പെടുകയില്ല. സെന്നാകെരിബിന്റെ കാലഘട്ടത്തിൽ ഹെസക്കിയ രാജാവിന്റെ ജൂദാദേശത്തായിരുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുന്ന ഭാഗമാണ്, നീ ആരെയും പേടിക്കേണ്ട, അസീറിയക്കാരെ പേടിക്കേണ്ട, കർത്താവ് നശിപ്പിക്കപ്പെടാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് ഉപദേശം കൊടുക്കുന്ന രംഗമാണ് 4-5 അധ്യായങ്ങൾ. അതുകൊണ്ട് മിക്ക പ്രവാചകന്റെ ഈ ഭാഗം, 4-5 ഭാഗം, ഈ പുസ്തകത്തിന്റെ മധ്യഭാഗത്ത് ക്രമീകരിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ പാപങ്ങളെ മുൻപിൽ നിർത്തുന്നതോടൊപ്പം തന്നെ ഈ ജനതയ്ക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്, ജൂദാദേശത്തിന് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. ജൂദാദേശമേ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലിന്റെ ശക്തിയെ നീ ഭയപ്പെടേണ്ട, അസീറിയക്കാരുടെ കൂരമ്പുകളെ നീ ഭയപ്പെടേണ്ട, ഒരു കാരണവശാലും ജൂദാദേശം നശിപ്പിക്കപ്പെടുകയില്ല എന്ന് കൃത്യമായിട്ട് പറയുന്ന ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്താണ് ദൈവശാസ്ത്രം? ഇതിന്റെ പിന്നിൽ ഒരു മനോഹരമായ ഒരു ദൈവശാസ്ത്രമുണ്ട്. ആ ദൈവശാസ്ത്രമാണ് അൺകണ്ടീഷണൽ കവനന്റ് എന്ന് പറയുന്നത്. എവിടെയാണ് അൺകണ്ടീഷണൽ കവനന്റ് കാണുക? നമ്മൾ നേരത്തെ കണ്ടു, 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ, 15 കൂടെ കൂട്ടി വായിക്കാം, 15 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്ന ജൂദാദേശത്തിന് കൊടുക്കുന്ന അനുഗ്രഹത്തെയാണ്, പ്രോമിസിനെയാണ് നമ്മൾ കാണുക. ദാവീദിനോട് പറയുകയാണ്, നിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഞാൻ നിന്നിൽ നിന്ന് ഒരു ഔരസപുത്രനെ എടുക്കും, അവന്റെ രാജ്യം ഞാൻ എന്നും സുസ്ഥിരമാക്കും, അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും, അവൻ എന്നേക്കും അവരുടെ രാജാവായിരിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും, അവൻ തെറ്റ് ചെയ്താൽ മാനുഷിക ദണ്ഡുകൊണ്ട് ഞാൻ അവനെ ശിക്ഷിക്കും, എന്നാൽ മഹാകരുണയോടുകൂടി തിരിച്ചു വരുമ്പോൾ അവനെ സ്വീകരിക്കും. ഈ വചനഭാഗത്തിന്റെ പൊരുളാണ് യഥാർത്ഥത്തിൽ, അതിന്റെ ദൈവശാസ്ത്രത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ 4ഉം 5ഉം അധ്യായങ്ങളില് രൂപീകരിച്ചിരിക്കുന്ന ഭാഗം. പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ 4-5 തിരുവചനങ്ങളിൽ അധ്യായങ്ങള് ഈ ഒരു വലിയൊരു ദൈവശാസ്ത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കാരണം ജൂദാദേശത്തിന് എപ്പോഴും ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കാരണവശാലും ഒരു വിധത്തിലും നശിപ്പിക്കപ്പെടുകയില്ല. ജൂദാദേശത്തിന്റെ ഡൈനാസ്റ്റി ഒരു വിധത്തിലും നശിപ്പിക്കപ്പെടുകയില്ല. അതെന്നും ഉയർന്ന ഒരു മലയായിട്ട് നിൽക്കുമെന്നതിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ഇതേ വചനഭാഗം തന്നെ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് കാണുന്നത് ഇൻവയലബിലിറ്റി ഓഫ് ജെറൂസലേമിനെ കുറിച്ച് ഇവിടെ നമ്മൾ പറയുമ്പോൾ, ജെറമിയയുടെ പുസ്തകത്തിന്റെ ആരംഭം മുതൽ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ പറയുന്നത് ജെറൂസലേം നഗരം നശിപ്പിക്കപ്പെടും, ദേവാലയം ഇല്ലാതായിട്ട് മാറും. അതിനാൽ ഇസ്രായേൽ ജനമേ, ജൂദാ ജനമേ, നിങ്ങൾ ബാബിലോണിലേക്ക് പോവുക. കാരണം ബാബിലോണിൽ ദൈവമായ കർത്താവ് നിന്നെ ശിക്ഷിക്കാനല്ല, ശിക്ഷണം നൽകി വളർത്താൻ വേണ്ടിയിട്ടിരിക്കുന്നു. ഈ ഒരു വലിയ 2 ദൈവശാസ്ത്രങ്ങളാണ് പ്രവാചകന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ചിന്ത. ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. നോക്കിക്കേ, ഏത് മലയാണ്? കർത്താവിന്റെ ജെറുസലേം ദേവാലയത്തിൽ ഇരിക്കുന്ന മല. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും.
ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. കണ്ടോ, എല്ലാ ജനതകളും, ഓൾ ദ നേഷൻസ് ഹഗോയീം എന്നാ പറയുന്നത്. ഓൾ ദ നേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനതകളും, യൂദ മാത്രമല്ല, ഇസ്രായേൽ മാത്രമല്ല, മറിച്ച് അസീറിയയും ബാബിലോണും തുടങ്ങിയ എല്ലാ ജനതകളും, അത് യൂണിവേഴ്സൽ സാൽവേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമങ്ങൾ കടന്നു വരും, ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. നോക്കിയേ, എവിടുന്നാ നിയമം കടന്നു? ഹൊറേബ് മലയിൽ, സീനായ് മലയിൽ കർത്താവിന്റെ നിയമങ്ങൾ കൊടുത്തതുപോലെ തന്നെ പുതിയ ഒരു ജനമായ ഇസ്രായേലിന് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സിയോനിൽ നിന്ന് കർത്താവിന്റെ നിയമങ്ങൾ കടന്നു വരുമെന്നാണ്. പുതിയൊരു ജനതയ്ക്കുള്ള ഒരു ആവിർഭാവമാണ് ഇവിടെ നമ്മൾ കാണുക. എന്നിട്ട് പറയുകയാണ്, അവരുടെ വാളുകളും വാക്കത്തികളും ഒക്കെ, അവരുടെ വാളുകളും വാക്കത്തിയായിട്ട് മാറ്റപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെയൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഒരുമിക്കുന്നു അതെല്ലാം കൃഷിയിടങ്ങളിൽ കൃഷി കൊയ്യുന്ന സാഹചര്യങ്ങളായിട്ട് കടന്നു വരും. കാരണം ഇവിടെ യുദ്ധമില്ല, ഇവിടെ അനീതിയില്ല, അധാർമികതയില്ല, അതുപോലെ തന്നെ ഇവിടെ മുഴുവനും സമൃദ്ധിയുടെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. പിന്നെ തുടർന്ന് വരുന്ന ഭാഗമാണ്, എല്ലാവരെയും കർത്താവ് അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടും. അവിടുന്ന് എല്ലാവരെയും ഒരുമിച്ച്, ചിതറിക്കപ്പെട്ടവരെയും ഞാൻ പീഡിപ്പിച്ചവരെയും ശേഖരിക്കും. 6-ാമത്തെ വാക്യം, മുടന്തരെ ഞാൻ എൻ്റെ അവശേഷിച്ച ജനമാക്കും, ബഹിഷ്കൃതരെ പ്രബല ജനതയാക്കും. അന്നു മുതൽ എന്നേക്കും സിയോൻ മലയിൽ കർത്താവ് അവരുടെ മേൽ വാഴും. എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ സിയോനിലേക്ക് എത്തിക്കുന്ന, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും എത്തിക്കുന്ന ദൈവത്തിന്റെ പരമമായ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്, ഇതാ ബെത്ലഹേം. അപ്പോൾ അതുകൊണ്ട് 1-ാമത്തെ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. 1-ാമത്തെ ഭാഗത്ത് പറയുന്നത് ഇതാണ്, ദൈവത്തിന്റെ മലയായ സിഹിയോൻ മല എന്നേക്കും ഉയർന്നു നിൽക്കുന്ന മലയാണ്. കാരണം കിട്ടിയിരിക്കുന്ന പ്രോമിസ് എന്താണ്? വാഗ്ദാനം. 2 സാമുവേൽ 7:12 മുതലുള്ള വാക്യങ്ങൾ കൊടുത്തിരിക്കുന്ന, എന്നേക്കും നിന്റെ രാജ്യം സുസ്ഥിരമാക്കും, ഒരിക്കലും നശിപ്പിക്കാത്ത രീതിയിൽ, ഇൻവയലബിലിറ്റി ഓഫ് ജെറൂസലേം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഈ പ്രവാചക പുസ്തകം കൊണ്ടുവരികയാണ്. 2-ാമത്തെ ഭാഗമാണ്, ഇവിടെ നിന്നാണ് ഒരു രാജാവ് കടന്നു വരിക. ആ രാജ്യത്വം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഇസ്രായേലിന്റെ രാജ്യത്വം ഒരിക്കലും നഷ്ടപ്പെടാൻ സാധിക്കത്തില്ല. കാരണം ജൂദാദേശത്തിന് ഒരു രാജാവ് എന്നുള്ള ആ ടൈറ്റിൽ പോകുന്നത് ബാബിലോൺ പ്രവാസകാലത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ സെദക്കിയ എന്ന് പറയുന്ന അവസാനത്തെ രാജാവോടുകൂടി ഒരു ടൈറ്റിൽ നഷ്ടപ്പെട്ടെങ്കിൽ, അതേ ടൈറ്റിൽ ജൂദ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ ടൈറ്റിൽ വീണ്ടും പ്രവാസ കാലഘട്ടത്തിന് ശേഷം, വളരെ വർഷങ്ങൾക്ക് ശേഷം മിശിഹ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കിട്ടുകയാണ്. ആ മിശിഹ എന്ന് പറയുന്ന രാജത്വത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചുള്ള ഭാഗമാണ്, സൂചനയാണ് 5-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന 2-ാമത്തെ വാക്യം. ബേത്ലഹേം എഫ്രാത്ത യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. കണ്ടോ, കൃത്യമായിട്ട് ഈശോയെക്കുറിച്ചുള്ള പ്രവചനമാണ്. അവൻ പണ്ട്, അതിനാൽ ഈ ഈറ്റുനോവെടുത്തപ്പോൾ പ്രസവിക്കുന്നത് വരെ അവൻ അവരെ പരിത്യജിക്കും, പിന്നീട് അവന്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റിമോട്ട് കോണ്ടെക്സ്റ്റില്, വളരെ അകലെയുള്ള കോണ്ടെക്സ്റ്റിൽ ഈശോയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ തന്നെയും ഒരു പുതിയ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റില് ഇത് പറയുന്നത് അത് ഇസ്രായേലിന്റെ ബാബിലോൺ പ്രവാസ കാലത്തിന് ശേഷം കടന്നു വരുന്ന ഇസ്രായേൽ ജനതയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ്. അതായത് സെറുബാബേലിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ഇസ്രായേൽ സമൂഹം, എസ്രാ നെഹമിയ എന്നിവരുടെ കാലഘട്ടത്തിലൂടെ കടന്നു വരുന്ന ഇസ്രായേൽ സമൂഹം, അവർക്ക് ഒരു രാജാവാകാൻ, അവരുടെ ഇടയിൽ നിന്ന് ഒരു ദൈവമായ കർത്താവ് ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് ചില വ്യക്തികളെ ദൈവമായ കർത്താവ് സഹനങ്ങളിലൂടെ കൊണ്ടുവന്ന് കർത്താവ് ഒരു ജനതയാക്കി രൂപീകരിക്കുന്നു. അതിന്റെ ഫൈനൽ ഫുൾഫിൽമെന്റ് ആണ് ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കടന്നു വരുന്നത്. ഈശോയിലൂടെ എല്ലാം പൂർണ്ണമായിട്ട് മാറുകയാണ്. എല്ലാവരെയും കർത്താവ്, ബാക്കിയുള്ള ശേഷിക്കുന്ന ഇസ്രായേൽ ജനതയെ കർത്താവ് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നത് പോലെ ഒരു പുതിയൊരു രാജ്യത്വത്തെ കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് വീണ്ടും ഈ രാജ്യത്വത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പുതിയ ക്രിയേഷനാണ് രാജ്യത്വം.
അന്ന് 7-ാമത്തെ വാക്യം 5:7, അന്ന് യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ അനേകം ജനതകളുടെ ഇടയിൽ കർത്താവ് വർഷിക്കുന്ന തുഷാരം പോലെയും പുൽത്തലപ്പുകളിലെ മഴത്തുള്ളി പോലെയുമായിരിക്കും. അത് മനുഷ്യർക്ക് വേണ്ടി തങ്ങി നിൽക്കുകയോ മനുഷ്യ മക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നില്ല. യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്ന ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയുമായിരിക്കും. നോക്കിക്കേ, ഒന്നും ശത്രുതയില്ല. അവിടെ കൂട്ടായ്മയുടെ അനുഭവത്തിൽ പുതിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തെക്കുറിച്ചാണ്, പുതിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ജൂദാദേശത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ വചനഭാഗം പോസ്റ്റ് എക്സീരിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസ കാലഘട്ടത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് മിക്ക പ്രവാചകൻ ഈ പുസ്തകത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ജൂദാദേശത്തിന് കൊടുക്കുന്ന വലിയ വാഗ്ദാനത്തിന്റെ അനുഭവമായിട്ടാണ് ഇത് പ്രധാനമായിട്ടും പ്രതിപാദിച്ചു നിൽക്കുക. ഇതാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കാണുക. അങ്ങനെ ഇസ്രായേലിന്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ജൂദാദേശത്തിന്റെ ശക്തി ഈ ഒരു വലിയൊരു കൺസെപ്റ്റിലൂടെയാണ് നിൽക്കുക. ജൂദാദേശം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല, വാഗ്ദാനത്തിന്റെ മക്കളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ. ഈ കൺസെപ്റ്റാണ് തുടർന്ന് വരുന്ന പുസ്തകങ്ങളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് യെശയ്യായുടെ പുസ്തകത്തിലും ജെറമിയായുടെ പുസ്തകത്തിലും എസെക്കിയേലിന്റെ പുസ്തകത്തിലും ഒക്കെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമേയം, ദൈവശാസ്ത്ര പ്രമേയമായിട്ട് നിൽക്കുന്നത്. ഇതാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിലെ സംക്ഷിപ്ത രൂപം എന്ന് പറയുക. വളരെ ഹ്രസ്വമായിട്ട് ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. നാഹും എന്ന് പറയുന്ന ഒരു പുസ്തകം, 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ നാഹും എന്ന പുസ്തകത്തിന്. നാഹും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പശ്ചാത്തലം മറ്റൊന്നുമല്ല, അതിന്റെ അർത്ഥം തന്നെ ആണ് ഒരു പശ്ചാത്തലമായിട്ട് നിൽക്കുക. കാരണം നാഹും എന്ന വാക്കിന്റെ ഹെബ്രായ വാക്കിന്റെ അർത്ഥം ഇതാണ്, കമ്പാഷൻ എന്നാണ്, ആശ്വാസം എന്നാണ്. എന്നാൽ ആർക്കാ ഇത് ആശ്വാസം? ജൂദാദേശത്തിന് ആശ്വാസം കൊടുക്കുക. ദൈവം എന്തിനാശ്വസിപ്പിക്കുന്നു? കാരണം അസീറിയ എന്ന് പറയുന്ന ദേശം നശിപ്പിക്കപ്പെട്ടു. ദൈവം അസീറിയക്കാരെ നശിപ്പിച്ചു. അസീറിയയുടെ പതനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് നാഹും എന്ന് പറയുന്ന പുസ്തകം. അത് അസീറിയക്കാർക്കുള്ള കമ്പാഷനോ കൺസോലേഷനോ അല്ല, മറിച്ച് ദൈവമായ കർത്താവ് ജൂദാദേശത്തിന് കൊടുക്കുന്ന കൺസോലേഷനാണ് നാഹും എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുക? അതിന്റെ ചരിത്ര പശ്ചാത്തലമൊന്ന് മനസ്സിലാക്കുക നല്ലതാണ്. നമ്മളെ അസീറിയക്കാരുടെ ശക്തി ഇങ്ങനെ ആർജവത്തോട് വളരെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടത് മിക്ക പ്രവാചകന്റെ പുസ്തകം. ഹെസക്കിയ രാജാവിന്റെ കാലത്ത് സന്നാകെരീബ് എന്ന് പറയുന്ന രാജാവ് ജൂദാദേശത്തെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന രംഗം നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം തിരികെ പോവുകയും അദ്ദേഹത്തിന് ശേഷം എസ്സാർഹദോൺ എന്ന് പറയുന്ന രാജാവ് കടന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹമാണ് നിനിവെ എന്ന് പറയുന്ന സ്ഥലം അസീറിയക്കാരുടെ ക്യാപിറ്റൽ സിറ്റിയാക്കി രൂപപ്പെടുത്തിയിരിക്കുക. നിനിവെ ക്യാപിറ്റൽ സിറ്റിയാണ്. നമുക്കറിയാം, ജോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിനിവയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതായത് അസീറിയക്കാരുടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു നിനിവെ. എസ്സാർഹദോൺ രാജാവ് അത് രൂപീകരിച്ചു. എസ്സാർഹദോൺ ശക്തനായ ഒരു രാജാവായതിനാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈജിപ്ത് ദേശം കൂടി പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ഈജിപ്ത് ദേശത്തിന്റെ ആദ്യത്തെ ദേശം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലസ്ഥാന നഗരിയാണ് മെംഫിസ് എന്ന് പറയുന്ന സ്ഥലം. മെംഫിസ് എന്ന് പറയുന്ന ആ സ്ഥലം ഈ എസ്സാർഹദോൺ രാജാവ് അസീറിയ രാജാക്കന്മാരുടെ കീഴിൽ ആക്കി യുദ്ധം ചെയ്ത് കീഴടക്കി. അപ്പോൾ യുദ്ധം ചെയ്ത് കീഴടക്കുന്ന ഈ പ്രദേശം, അതിന് തൊട്ട് അടുത്തുള്ള തേബസ് എന്ന് പറയുന്ന സ്ഥലം, അതോടുകൂടി നോ അമോൻ എന്ന് പറയുന്ന ദേശം, അങ്ങനെ ഉള്ള ദേശങ്ങളെല്ലാം തന്നെ ഈ ഈജിപ്തിന്റെ ദേശത്തിലുള്ള മെംഫിസ്, തേബസ്, നോ അമോൻ എന്ന് പറയുന്ന ദേശങ്ങളെല്ലാം ഈജിപ്ത് ദേശത്തുള്ള ദേശങ്ങളാണ്. അവിടുത്തെ എല്ലാം പിടിച്ചടക്കുന്ന ഈ രാജാവിനെയാണ്, എസ്സാർഹദോൺ രാജാവിനെയാണ് നമ്മൾ കാണുക. അദ്ദേഹം തിരിച്ച് തൻ്റെ ദേശമായ നിനിവയിലേക്ക് പോയി. നിനിവയ്ക്ക് പോയതിനു ശേഷം ഈജിപ്ത് ദേശം അവിടെ ശക്തമാവുകയും രാജാവായ സാൾട്ടിക് വൺ എന്ന് പറയുന്ന ഫറവോ, ഈജിപ്ത് രാജാവ് ഫറവോ, സാൾട്ടിക് വൺ എന്ന് പറയുന്ന ഫറവോ
ഈ ദേശങ്ങളെല്ലാം തന്നെ സാർഹദോൻ പിടിച്ചടക്കിയ ദേശങ്ങളെല്ലാം തന്നെ തൻ്റെ ദേശത്തോട് ചേർത്ത് വെച്ചു. ഇതറിയുന്ന എസാർഹദോൻ തിരികെ ഈജിപ്ത് ദേശത്തേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു വീഴുന്ന രംഗമാണ് നമ്മൾ കാണുക. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. എസാർഹദോണിന് ശേഷം അഷൂർബാനിപ്പാൾ എന്ന് പറയുന്ന രാജാവായി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു മടിയനായതുകൊണ്ട് അദ്ദേഹം തന്റെ മക്കൾക്ക് 2 പേർക്കും കൂടി ഈ രാജ്യം മുഴുവനും വിഭജിച്ചു കൊടുത്തു. അസീറിയൻ എംപയർ മുഴുവനും വിഭജിച്ചു കൊടുത്തു. ഈ മക്കളുടെ പ്രവർത്തനം മൂലം അത് നാമാവശേഷമായി. ഈ അവസരത്തിലാണ് മേദിയക്കാരും ബാബിലോൺ എന്ന് പറയുന്ന ദേശക്കാരും കൂടി ഒന്നിച്ചുകൂടി 612 BC-യിൽ ഈ അസീറിയൻ ദേശം നിനിവേ നഗരത്തെ നശിപ്പിക്കുകയും അസീറിയക്കാരുടെ കയ്യിൽ നിന്ന് ഭരണം ബാബിലോൺ രാജാവ് ഏറ്റെടുക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് നാഹും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തമായിട്ട് അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 അധ്യായങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇപ്രകാരം. 1-ാമത്തെ അധ്യായം മിക്ക പ്രവാചന പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ തന്നെ 1-ാമത്തെ അധ്യായം യുദ്ധവീരനായ ദൈവത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. ദൈവം യുദ്ധം ചെയ്യാൻ വേണ്ടി പുറത്തു വരുന്നു. കാരണം കർത്താവ് അതിശക്തമായിട്ട് നിൽക്കുകയാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്ന, ജൂദാദേശത്തെ ആക്രമിക്കുന്ന പോരാളികളെ കർത്താവ് നശിപ്പിക്കും. കാരണം അസീറിയ എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിൽ ഒരു ടൂളായിരുന്നു. ജൂദാദേശത്തെയും ഇസ്രായേൽ ജനത്തെയും ഒന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചൊരു ടൂൾ. എന്നാൽ അസീറിയക്കാരെന്ത് ചെയ്തു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം കൂടി ഈ അവസരത്തിൽ വായിക്കുന്നത് നല്ലതായിരിക്കും. അസീറിയക്കാരെന്ത് ചെയ്തു? ഈ ടൂളായി മാറി അസീറിയക്കാര് അതിന്റെ ഓണർഷിപ്പ് എടുത്തു. ഇസ്രായേലിന്റെ ഓണറായിട്ട് മാറി, ജൂദാദേശത്തിന്റെ ഓണറായിട്ട് മാറി. അതുവഴിയായിട്ട് ദേശം മുഴുവനും നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു അവസരത്തിൽ ദൈവമായ കർത്താവ് വീണ്ടും അസീറിയയ്ക്ക് ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത് 1-ാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം ശിക്ഷിക്കാനായിട്ട് കടന്നു വരുന്നു. 2-ാമത്തെ അധ്യായത്തിൽ എങ്ങനെ ഈ അസീറിയ നിനിവേ ദേശം നഷ്ടപ്പെടുത്തു എന്നതിനെ സൂചിപ്പിക്കുകയാണ്. രാജാക്കന്മാർ അല്ലെങ്കിൽ പടയാളികളുടെ പടക്കൊഴുപ്പും കുതിരപ്പടയാളികളുടെ യാത്രയും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള യുദ്ധത്തിന്റെ മുറകളുമൊക്കെ മനോഹരമായ ഭാഷയിൽ ഒരു സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ മനോഹരമായ വിഷ്വലോടുകൂടി അവതരിപ്പിക്കുന്ന ഭാഗമാണ് 2-ാമത്തെ അധ്യായം. 2-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഒരു സിനിമയിൽ കാണുന്ന രീതിയിൽ പടയാളികളുടെ ഓട്ടവും കുതിരകളുടെ കുളമ്പടിയും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാമഗ്രികളുടെയൊക്കെ ശബ്ദവും അവിടെ കിടന്ന് അലമുറയിടുന്ന ആളുകളുടെ ശബ്ദവും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. 2 രീതിയിൽ ഇത് ഈ നിനിവേ നഗരം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-ാമത്തെ രീതി വെള്ളപ്പൊക്കം ഇതിനൊരു കാരണമാകാം. വെള്ളപ്പൊക്കം യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് ഈ നിനിവേ പട്ടണം കിടക്കുന്നതുകൊണ്ട് നിനിവേ നഗരത്തിൽ കടന്നു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദിയുടെ വെള്ളം ഉയരുന്നത് കൊണ്ട് നിനിവേ നഗരം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. 2-ാമത്തേത് നിനിവേ നഗരം കത്തിച്ച് ചാമ്പലാക്കി. ഈ 2 കാര്യങ്ങളും ഈ 2-ാമത്തെയും 3-ാമത്തെയും അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ 3-ാമത്തെ അധ്യായത്തിലാകട്ടെ പ്രധാനമായിട്ടും പറയുന്നത് അസീറിയയുടെ ഗർവാണ് യഥാർത്ഥത്തിൽ ഈ നിനിവേ നഗരം നശിപ്പിക്കപ്പെടാൻ കാരണം. അല്ലയോ മെംഫിസും തേബസും ഒക്കെ മെംഫിസും തേബസും ഒക്കെ ഇത്രമാത്രം ശക്തമായിട്ട് സൈന്യനിരകൾ ഉണ്ടായിട്ടും അതൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയില്ലേ? അതുപോലെ തന്നെ നീ എത്രമാത്രം ഗർവുള്ളവനാണെങ്കിലും നിന്റെ നാശം സുനിശ്ചിതമാണ്. അവർക്കൊക്കെ വലിയ കോട്ടകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ കോട്ടകളെല്ലാം തന്നെ തകർന്നു പോയില്ലേ? നിന്റെ ഗർവ് മൂലം, നിന്റെ അഹങ്കാരം മൂലം ദൈവമായ കർത്താവ് നിന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് നാഹും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കണ്ടന്റായിട്ട് കേൾക്കുക. അതുകൊണ്ട് നാഹും എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: ആർക്ക് കൺസോളേഷൻ കൊടുക്കുന്നു, ആർക്ക് ആശ്വാസം കൊടുക്കുന്നു? ദൈവമായ കർത്താവ് ജൂദാദേശത്തിനും ഇസ്രായേലിനും കൊടുക്കുന്ന ആശ്വാസത്തിന്റെ വചനം. ആ ആശ്വാസം എതിലൂടെയാണ്? ഗർവോടുകൂടി, അഹങ്കാരത്തോടുകൂടി ഇസ്രായേലിനെയും ജൂദായെയും ആക്രമിച്ച് കീഴടക്കിയ ഈ വംശക്കാർക്ക്, അസീറിയക്കാർക്ക് ദൈവമായ കർത്താവ് കൊടുക്കുന്ന ശിക്ഷണമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ശിക്ഷണത്തിലൂടെ ഏകദൈവമായ കർത്താവ് ആരാണെന്ന്
ഇവർ മനസ്സിലാക്കാനും അതുവഴിയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണമാണ് നാഹും എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ കൊടുത്തിരിക്കുക. അടുത്ത പ്രാവശ്യം ബാക്കിയുള്ള പുസ്തകങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതുവരെ വചനഭാഗങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.